ഹലോ എവ്രിവൺ, വെൽക്കം ടു സയാംസ്. നമുക്കിന്ന് ഗാലക്ടോസീൽ എന്ന കണ്ടീഷനെ കുറിച്ച് പറയാം. ഗാലക്ടോസീൽ മറ്റൊന്നുമല്ല, സ്ത്രീകളിൽ പ്രത്യേകിച്ചും മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റിലുണ്ടാകുന്ന ഒരു സിസ്റ്റാണ്, ഒരു മിൽക്ക് ഡക്റ്റ് സിസ്റ്റാണ്. ബ്രസ്റ്റ് ടിഷ്യൂവിൽ മിൽക്ക് ഡക്റ്റുകളുണ്ട്. ആ മിൽക്ക് ഡക്റ്റുകളിലാണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജ് തൊട്ടിട്ട് ലാക്ടേഷൻ ടൈമിൽ വരെ ഈ ഒരു സിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ചിലരിലുണ്ട്. അതായത് ശരിക്കുള്ള ഫീഡിങ് നടക്കാതിരിക്കുമ്പോൾ ഈ ഒരു മിൽക്കിൻ്റെ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവും. ചിലപ്പോൾ ഹോർമോണൽ ഡിസോർഡർ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ ഗാലക്ടഗോഗ് മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ ചിലർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്തായാലും ഇത് സംഭവിക്കുന്നത് ലാക്റ്റിഫറസ് ഡക്റ്റ് അഥവാ മിൽക്ക് ഡക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഗാലക്ടോസീൽ മിൽക്ക് ഡക്റ്റ് സിസ്റ്റ് പലപ്പോഴും സ്ത്രീകളിൽ ആശങ്കയുണ്ടാക്കാറുണ്ട്. അതിന് കാരണം ഈ സിസ്റ്റ് അപകടകാരി ആയതുകൊണ്ടല്ല, ഇതൊരു സാധാരണ പ്രശ്നമാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് അപകടകാരിയായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ മറ്റു പല അസുഖങ്ങളുമായിട്ട് ഇതിന് സാമ്യമുണ്ടാവും. പൊതുവേ ജനറലി ബ്രസ്റ്റ് ഡിസീസസ് എല്ലാം ചെറിയൊരു സ്വെല്ലിംഗ് പോലെയാണ് വരിക. ഇതിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചില ആളുകളിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്വെല്ലിംഗ് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ സൈസ് കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെ വ്യത്യാസം വരുന്ന തരത്തിലുള്ള സ്വെല്ലിംഗ് ആയിരിക്കും ഇതിൽ വരിക. പക്ഷേ സ്വെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ഈ ഒരു പ്രശ്നമുള്ള സ്ത്രീകളിൽ, പ്രത്യേകിച്ചും ലാക്ടേഷൻ പീരീഡിലുള്ള കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മമാരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സിസ്റ്റ് വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റി വരാം. അവർ പ്രത്യേകിച്ചും ഒരു ഇൻഫെക്ഷൻ പോലെയാണ് ആൾക്കാർ ആദ്യം വിചാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഡിസ്കംഫർട്ട് വരും, ചിലപ്പോൾ ഒരു അക്യൂട്ട് പെയിൻ വരും, പെട്ടെന്നൊരു വേദന വരാം. പക്ഷെ ഇത് കുറേ നാൾ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മിൽക്ക് ഹാർഡനിങ്ങിനൊക്കെ കാരണമായി മാറാം. അപ്പോൾ തുടക്കത്തിൽ ഇത് അറിയേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് മറ്റു ഡിസീസ് ആണോ എന്ന് വിചാരിച്ചിട്ട്, ഇൻക്ലൂഡിങ് ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ കൂടി വേണ്ടിയാണ് ഇത് പറയുന്നത്. ഗാലക്ടോസീൽ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഡക്റ്റിൽ മിൽക്ക് കെട്ടിക്കിടന്ന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിസ്റ്റാണ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യം നമുക്ക് ഇതാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. ഇത് ഉറപ്പ് വരുത്തുവാൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ ഇത് ഇൻഫെക്ഷൻ ആണോ എന്നും വിചാരിക്കും, മാസ്റ്റൈറ്റിസ് ആണോ എന്നും വിചാരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ പനി ഉണ്ടാവും, നല്ല വേദന ഉണ്ടാവും, ഫീവർ, അതുപോലെ തന്നെ തൊടുമ്പോൾ വേദന ഉണ്ടാവും. ഇതൊരു ഡിസ്കംഫർട്ട് ആയിട്ടാണ് പലർക്കും അനുഭവപ്പെടുന്നത്, ഭയങ്കര വേദനയായിട്ടല്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇൻഫെക്റ്റഡ് ആയാൽ ഗാലക്ടോസീലും പെയിൻഫുൾ ആവും, നല്ല വേദന വരാം. അപ്പം അത് റൂൾ ഔട്ട് ചെയ്യാൻ, അത് എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതെന്താണെന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയാത്തത്. USG നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്. ചിലരിൽ വളരെ യങ് ഏജിലാണെങ്കിൽ പോലും ഇത് വരുന്നത് ചിലപ്പം ഗാലക്ടോസീലായിരിക്കാം. പക്ഷെ അത് കൂടാതെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ നേരത്തെ തന്നെ ഉണ്ടെങ്കിലും, ബ്രസ്റ്റിലുണ്ടെങ്കിലും, സസ്പീഷ്യസ് ആയ നമുക്ക് സംശയകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിത് അൾട്രാസൗണ്ട് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയകരമായ ഒരു അവസ്ഥ ഈ സിസ്റ്റിനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു അസുഖം കൂടെ നിൽക്കുകയാണെങ്കിൽ, അത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവാൻ മാമോഗ്രാം ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതിലും വ്യക്തതയില്ലെങ്കിൽ MRI മാമോഗ്രാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് തിരിച്ചറിയുന്നത്. പിന്നെ ഈ ഗാലക്ടോസീലുമായിട്ട് സാദൃശ്യമുള്ള മറ്റൊന്നാണ് ഡക്റ്റ് എക്ടേഷ്യ. കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഈ പാല് കൊടുക്കുന്ന അമ്മമാരിലല്ല, ഏത് പ്രായത്തിലുള്ളവരിലും വരാം. അപ്പോൾ അതും ഈ ഒരു നിപ്പിൾ ഏരിയയുടെ താഴെയായിട്ട് തന്നെ വരാം. പക്ഷെ അത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അൾട്രാസൗണ്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കുറച്ച് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് തിരിച്ചറിയാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ ഇത് ക്യാൻസറിൽ നിന്നും തിരിച്ചറിയാനും അൾട്രാസൗണ്ട് സഹായിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാമോഗ്രാം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ പലർക്കും കുറച്ച് ആങ്സൈറ്റി അഥവാ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഗാലക്ടോസിൽ. അത് അപകടകാരിയേ അല്ല, ജസ്റ്റ് അത് ഡ്രെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്ത് കളയാം. ആ ഒരു കെട്ടിക്കിടക്കുന്ന മിൽക്ക് ആസ്പിറേറ്റ് ചെയ്ത് കളയാം, വലിച്ചെടുത്ത് കളയാം. ഒരു നീഡിൽ ആസ്പിറേഷൻ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആസ്പിറേറ്റ് ചെയ്ത് കളയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത്. പക്ഷേ കുറേ നാൾ ഈ കണ്ടീഷൻ അവിടെ നിൽക്കുകയാണെങ്കിൽ, അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിനൊരു ഹാർഡനിങ് സംഭവിക്കും. ഈ മിൽക്ക് അവിടെ കെട്ടിക്കിടന്ന് കോൺസെൻട്രേറ്റഡ് ആയി ഹാർഡൻ ചെയ്ത് കാൽസിഫിക്കേഷൻ എന്ന അവസ്ഥയിൽ പോകും. അപ്പോൾ നമ്മൾ ഈ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു സംശയം വരാം, ഇത് തന്നെയാണോ? ബാക്കി ഫീച്ചേഴ്സിലും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാമോഗ്രാം ചെയ്ത് കൺഫേം ചെയ്യാം. ഇനി അതിലും നമുക്കൊരു സംശയം നിലനിൽക്കുക ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ ഒരു ഭാഗം മാത്രം, അതായത് ഈ ഒരു ഡക്റ്റ് മാത്രമല്ലേ എഫക്റ്റഡ് ആയിട്ടുള്ളൂ.
അതെടുത്ത് കളഞ്ഞാൽ മതി. അതൊരു സർജറി, ചെറിയ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. നമുക്ക് ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കാൻ HPR ടെസ്റ്റും ചെയ്ത് നോക്കാം. അപ്പോൾ ഗാലക്ടോസിൽ ഒരിക്കലും ഒരു ക്യാൻസറോ അങ്ങനത്തെ ട്യൂമറോ അല്ല. അത് ജസ്റ്റ് ഒരു സിസ്റ്റാണ്. നമുക്ക് ഹാർഡാണെന്ന് പോലും പറയാൻ പറ്റാത്ത, വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റാണ്. ഡക്റ്റാണ്. നമ്മൾക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മിൽക്ക് പുറത്തേക്ക് പോകുന്ന ഡക്റ്റിന് ഒരു വികാസം സംഭവിച്ച് അതവിടെ കെട്ടിക്കിടക്കും. അതിൻ്റെ ആ ഒരു നെക്ക് ഭാഗം ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ് ഈ ഒരു സിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഗാലക്ടോസിൽ എന്ന പേരിൻ്റെ അർത്ഥം മിൽക്ക് സിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഈ പേര് പരിചിതമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഗാലക്ടോസിൽ പെയിൻഫുൾ കണ്ടീഷൻ ആവണത്, വളരെയധികം പെയിൻഫുൾ കണ്ടീഷൻ ആവണത് അതിൻ്റെ മുകളിൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ്. ഓൾറെഡി സിസ്റ്റ് ഉണ്ട്, അപ്പോൾ ഇത് കെട്ടിക്കിടക്കുമ്പം അതിൻ്റെ മുകളിൽ കൂടെ ഇൻഫെക്ഷൻ വരാം, സൂപ്പർ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ പെയിൻഫുൾ ആവും. പിന്നെ കുറേ നാൾ നിൽക്കുമ്പോൾ മറ്റൊരു അവസ്ഥയിലേക്ക് പോകും, കാൽസിഫിക്കേഷനിലേക്ക് പോകും. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ അൾട്രാസൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു അൾട്രാസൗണ്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെ ആസ്പിറേഷനും കൂടെ ചെയ്യാം, FNAC ചെയ്യാം, അതുപോലെ ഡയഗ്നോസും ചെയ്യാം. അത് ആ ഒരു മിൽക്ക് പുറത്തേക്ക് എടുത്ത് കളയും ചെയ്യാം, ഡ്രെയിൻ ചെയ്ത് കളയാം. അതുപോലെ തന്നെ കൂടുതൽ പ്രശ്നത്തിലാണെങ്കിൽ, കാൽസിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ സർജറി ടെക്നിക്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഗാലക്ടോസിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് പല സ്ത്രീകളിലും ഉണ്ട് ഈ പ്രശ്നം. പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഒരു അവസ്ഥ ലാക്ടേഷൻ പീരീഡിൽ, അതായത് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഈ പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് അത് അവിടെ കെട്ടിത്തിടുന്നത്, അത് മറ്റൊരു കണ്ടീഷനായി മാറുകയും ചെയ്യുന്നത്. അതാണ് ഡക്റ്റ് എക്ടേഷ്യ എന്ന് പറയും. അപ്പോൾ ആ ഡക്റ്റിന് കുറച്ച് ട്യൂബുലാർ ഷേപ്പായി മാറും. ഈ ഡക്റ്റ് ഒന്നിലധികം ഡക്റ്റുകളിൽ വികാസം സംഭവിച്ച് ഇപ്പോഴുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനത്തെയുള്ള കോംപ്ലിക്കേഷൻസിലൊക്കെ പോവാതെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്ത് ആസ്പിറേറ്റ് ചെയ്ത് കളയാവുന്ന വളരെ സിമ്പിളായ, ഒട്ടും അപകടകാരിയല്ലാത്ത ഒരു അസുഖമാണ്. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ് വേണ്ടത്. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഫാമിലി ഹിസ്റ്ററിയോ അങ്ങനെ പല കാര്യങ്ങളും ക്യാൻസറിൻ്റെയോ മറ്റു അസുഖങ്ങളുടെയൊക്കെ ഉണ്ടാവുമ്പം ഈ ഒരു സിമ്പിളായ അസുഖം സിസ്റ്റിന് ഒന്നുകിൽ ക്യാൻസർ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ്, അങ്ങനെ അത് വളരെ കോമൺ ആയിട്ടുള്ള ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷനാണ്, അതായത് ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻ. അതൊക്കെയാണ് തെറ്റിദ്ധരിക്കാറുണ്ട് പലരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതൊക്കെ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ സോളിഡ് ആയിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും അത് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നെ അൾട്രാസൗണ്ട് വളരെ ഈസി ആയിട്ട് ഇതിനെ റൂൾ ഔട്ട് ചെയ്യാൻ, ഇത് ഏത് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ഗാലക്ടോസിലിനെ കുറിച്ചുള്ള സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് സാംസ വെൽനസ്.